ഒരു നാട് മുഴുവൻ എങ്ങനെയെങ്കിലും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി കഴിയാവുന്ന അത്രയും പരിശ്രമിക്കുമ്പോൾ ഈ ഇടപെടലുകളെയൊക്കെ അത്രമേൽ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണ്. ആ കുടുംബത്തിനെ മിസ്ലീഡ് ചെയ്യാണ്, ആ തലാലിൻ്റെ കുടുംബത്തെ മിസ്ലീഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഈ ജവാദ് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് അനൽക്ക? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമുക്കറിയാം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും യമനിൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത, പ്രതീക്ഷയാക്കുന്ന വാർത്ത പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം നടക്കുന്ന ചർച്ചകൾ ശരിക്കും അത് ആശങ്കയുണ്ടാക്കുന്ന ചർച്ചകൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ നീട്ടിവെക്കുന്നു, അതിനുശേഷം കേരളത്തിലടക്കം വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളെ അത് മറ്റു രീതിയിലാണ് ഈ യമനിൽ ദമറിൽ നടക്കുന്ന ഈ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെയൊക്കെ അല്ലെങ്കിൽ ഇതിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ പോയിട്ട് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിൽ കമൻറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ മറ്റൊരു രീതിയിൽ, അതായത് മൊത്തം ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മൊത്തത്തിൽ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന എന്നൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മളൊക്കെ കേൾക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ യമനിൽ മധ്യസ്ഥ വഹിക്കുന്ന ഷെയ്ഖ് അബി ഉമറിന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ജവാദ് മുസ്തഫ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഫേക്ക് അക്കൗണ്ടുകൾ, അതായത് കേരളത്തിലടക്കം തന്നെ നബാസ്റ്റാനെ എന്നൊരു ഫേസ്ബുക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തെയും അതോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഷെയ്ഖ് അബി ഉമറിനെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ കാന്തപുരത്തിന്റെ ഹൂതി ബന്ധം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദി നേതാവ് ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നു. ഇങ്ങനെയുള്ള ഇതുമായി നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ അത്തരം മോചനശ്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന എന്ന ഒരു ഏറെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇതിൽ ജവാദ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളാണിത് നീട്ടിവെക്കാൻ ഇടപെട്ടത് അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അത് ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കളിക്കുന്നതെന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജവാദ് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അവകാശവാദങ്ങൾക്കും ഞങ്ങളില്ല. ഇതിന്റെ ക്രെഡിറ്റ് ഒരിക്കൽ പോലും കാന്തപുരത്തിന് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാന്തപുരത്തെ സമീപിക്കുന്നത്. ഈ വിഷയത്തിനകത്ത് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെയുള്ള പണ്ഡിതന്മാരുമായിട്ട് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കി ചാണ്ടിയുമ്മനാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത്. അതിനുശേഷം കാന്തപുരം ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് അവിടെ നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സാമൽ ജെറോവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതിന് തലേ ദിവസമാണ് ഇത്തരത്തിൽ, അതായത് ഒരു സഭാ നേതൃത്വത്തിന് സാമൽ ജെറോ കത്തെഴുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സങ്കടകരമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊക്കെ ആ ഒരു ശിക്ഷയൊക്കെ മരവിപ്പിച്ച് നിമിഷപ്രിയ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൊന്നാകെ ശ്രമിക്കുമ്പോൾ അതിനെ ഇന്നാട്ടുകാർ തന്നെ തുരങ്കം വെച്ച് ഇല്ലാതാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇതിൽ ഏറ്റവും സങ്കടകരവും ഏറ്റവും പ്രതിഷേധാർഹവും. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അനൽക്ക സേത്.